നമസ്കാരം. ഭാരതത്തിലെ ഓരോ ജനങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് ജൂലൈ 23 നടക്കാൻ പോവുകയാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൊതു ബഡ്ജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കും. തുടർച്ചയായി അവതരിപ്പിക്കുന്ന 7ാം ബഡ്ജറ്റ് എന്ന പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇതോടെ 6 സമ്പൂർണ്ണ ബഡ്ജറ്റുകളും ഒരു ഇടക്കാല ബഡ്ജറ്റും ഉൾപ്പെടെ 7 ബഡ്ജറ്റുകൾ. 22-ന് ആരംഭിക്കുന്ന ബഡ്ജറ്റ് സമ്മേളനം അടുത്ത മാസം 12 വരെ തുടരും. സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിക്കഴിഞ്ഞുവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാന നയപ്രഖ്യാപനങ്ങൾക്കൊപ്പം അടുത്ത 5 വർഷത്തിനുള്ള സാമ്പത്തിക പദ്ധതികളും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ബഡ്ജറ്റിൽ ചരിത്രപരമായ ചുവടുവെപ്പുകൾ ഉണ്ടാകുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നേരത്തെ പ്രഖ്യാപിച്ചതോടുകൂടി ബിസിനസ്, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിലെ വിദഗ്ധർക്ക് ആകാംക്ഷ ഏറുകയാണ്. ജനങ്ങളും വാനോളം പ്രതീക്ഷയോടെയാണ് കേന്ദ്ര ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്. 2ാം മോദി സർക്കാർ അധികാരമൊഴിയുന്നതിന് മുന്നോടിയായി 2024 ഫെബ്രുവരിയിൽ നിർമ്മല സീതാരാമൻ ഒരു ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇടക്കാല ബഡ്ജറ്റ് ആയിരുന്നതിനാൽ കാര്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് ആ ബഡ്ജറ്റിന്റെ ഒരു കുറവ്. എന്നാൽ ആ കുറവുകളെല്ലാം തീർത്ത് പുതിയ സർക്കാരിന്റെ വരവറിയിക്കുന്ന ബഡ്ജറ്റ് എന്ന നിലയിൽ മൂന്നാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ബഡ്ജറ്റിന് മുന്നോടിയായി വിവിധ മേഖലയിലെ പ്രമുഖരുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചർച്ച നടത്തിയിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകൾക്ക് വീണ്ടും വലിയ പ്രാധാന്യം ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ സാമൂഹിക ക്ഷേമത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഉതയ്ക്കുന്ന പദ്ധതികൾ ബഡ്ജറ്റിൽ ഉണ്ടാകും. മൂന്നാം മോദി സർക്കാരിന്റെ വീക്ഷിത് ഭാരത് എന്ന വിഷൻ കേന്ദ്രീകരിച്ചായിരിക്കും ബഡ്ജറ്റ് കൂടുതൽ. ഇന്ത്യയുടെ ധനകാര്യ നയത്തിന്റെ നട്ടെല്ല് എന്ന നിലയിൽ കേന്ദ്ര ബഡ്ജറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ സാമ്പത്തിക മുൻഗണനകൾ, ധനകാര്യ തന്ത്രങ്ങൾ, ഈ സാമ്പത്തിക വർഷങ്ങളിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്താൻ പോകുന്ന ചെലവുകളുടെ രൂപരേഖ എന്നിവയാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക. ബിസിനസ്സുകാരും സാമ്പത്തിക വിദഗ്ധരും പൊതുജനങ്ങളും ഉൾപ്പെടെ ഈ ബഡ്ജറ്റിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നവർ ആകാംക്ഷയോടെയാണ് ഈ ബഡ്ജറ്റിനെ കാത്തിരിക്കുന്നത്. ബിസിനസ് പോലെ തന്നെ ടൂറിസം, സാമ്പത്തിക മേഖല, നികുതി ഇനത്തിൽ തുടങ്ങിയ ഒട്ടേറെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ക്ഷേമ പദ്ധതി ഉൾപ്പെടെ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. ബഡ്ജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിവിധ മേഖലയിലെ പ്രമുഖരുമായി ചർച്ച നടത്തുകയുണ്ടായി. എല്ലാവരും ബഡ്ജറ്റിനെ കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്, സ്വപ്ന പദ്ധതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി പങ്കുവച്ചത്. ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം ഇതാണ്: റിസർവ് ബാങ്ക് അവരുടെ ലാഭത്തിൽ നിന്നും ഇക്കുറി കേന്ദ്ര സർക്കാരിന് കൈമാറാൻ പോകുന്നത് വമ്പൻ തുകയായ 2.11 ലക്ഷം കോടി രൂപയാണ്. ഈ തുക വലിയ ജനക്ഷേമ പരിപാടികൾക്കായി നീക്കിവെക്കുമോ എന്നാണ് ചില വിദഗ്ധർ അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം. കൃഷിമന്ത്രിയായി കൃഷിക്കാരുടെ മനസ്സറിയുന്ന അല്ലെങ്കിൽ അവരുടെ പൾസ് അറിയുന്ന കൃഷിക്കാരൻ കൂടിയായ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ ചുമതലപ്പെടുത്തിയ ശേഷം ചൗഹാൻ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകരുമായും കർഷക സംഘടനകളുമായും കർഷകരുടെ പ്രതിനിധികളുമായും വലിയ തോതിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ പ്രശ്നങ്ങളെല്ലാം പഠിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ പൈസ കാർഷിക മേഖലയ്ക്ക് പോകുമോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പോകുമോ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയ്ക്ക് പോകുമോ എന്നുള്ള ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും ഉൾപ്പെടെ എല്ലാവരും ആലോചിക്കുന്നത്. എന്തായാലും നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റിൽ പാവപ്പെട്ടവർക്ക്, അതായത് താഴേക്കിടയിലുള്ളവർക്ക് പോലും ഈ ബഡ്ജറ്റ് ആശ്വാസകരമാകും എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഏറ്റവും കൂടുതൽ നികുതി, ഇൻകം ടാക്സിന്റെ ഒരു നികുതിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തോതിലൊരു ഇളവ് ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.